Hi dears, welcome. Hope all are you fine. This is Ajmal from English department. Your online classes were started previous day, and I hope you can follow this new normal teaching and learning style through online. Then, as this is our first class, I have to make an acquaintance with you. But here, this online medium, it is not suited for this, and I hope we have another enough time to make this acquaintance. Then bridge courses for common papers and core paper have started since last Tuesday. And today I am with you to share some parts of topics from bridge courses for our core paper. And you might have known that you have only one core paper in this first semester, that is introducing literature. And let us start this core paper next week onwards. And as you know, as part of this bridge course, we try to share some basic ideas that you must understand before enter to literature papers. And I am happy to say that you are lucky to select this course, BA English Literature, the precious course forever. There are a good number of jobs in different sectors available to BA English candidates. And some of the job available to BA English candidates are lecturer, editor, writers, public relation officer, and translator, then tourist guide, reporter, then English content writer, then call center executive, then English tutor, English trainer, and office administration. Yes, this list is continuing. And moreover, when we look around, we can find that the high numbers from the school teachers, that is English teacher. Yes, here I try to say that you have selected a good way. So be confident and try to understand the scope of English literature and work hard. And I wish a good future for all of you. As we know, English is a key which will open any door in front of you. And for English, here 3 courses are available here. This first one, English literature, then the second one, functional English, then third one, communicative English. ഇതിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന കോഴ്സാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. മറ്റു 2 കോഴ്സുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പാരമ്പര്യമായി നമ്മുടെ നാടുകളിലൊക്കെ നടന്നു വരുന്ന ഒരു കോഴ്സാണ്. റിസർച്ച് രംഗത്തും ടീച്ചിങ് രംഗത്തൊക്കെ വളരെയധികം സാധ്യതയുള്ള കോഴ്സ് കൂടെയാണ്. സോ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത് വളരെ കോൺഫിഡൻറ്റോട് കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഈ ഒരു കോഴ്സുമായി. അതുപോലെ തന്നെ വളരെയധികം സാധ്യതകളാണ് നിങ്ങൾക്ക് മുമ്പിൽ ഈ കോഴ്സിലൂടെ ലഭിക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞു വേണം നമ്മുടെ ഈ പഠനവുമായി മുന്നോട്ട് പോകാൻ. എങ്കിൽ മാത്രമേ ഈ കോഴ്സ് എൻജോയ് ചെയ്ത് എല്ലാ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും നീക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ദെൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ക്ലാസ്സുകളിൽ നിന്നും സിലബസുകളിൽ നിന്നും കിട്ടുന്നതിനപ്പുറത്ത് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനുള്ള ചില വഴികൾ നമ്മൾ തന്നെ സ്വയം കണ്ടെത്തേണ്ടതുണ്ട്. ഇന്നത്തെ ടെക്നോളജിയുടെയൊക്കെ സൗകര്യം ഉപയോഗിച്ച് ലാംഗ്വേജ് കേൾക്കാനും കാണാനും വായിക്കാനൊക്കെ ധാരാളം അവസരങ്ങൾ നമുക്കുണ്ട്. വാട്സപ്പിൽ പ്രത്യേക ഗ്രൂപ്പുകൾ, യൂട്യൂബ് ചാനൽ വഴി, റേഡിയോ, ടെലിവിഷൻ, ന്യൂസുകളൊക്കെ വഴി കൃത്യമായ പ്രൊണൗൺസിയേഷനൊക്കെ മനസ്സിലാക്കി തന്നെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കും നമ്മൾ ചില സമയങ്ങൾക്ക് കണ്ടെത്തി ഒന്ന് പ്രാക്ടീസ് ചെയ്തെടുത്താൽ മാത്രമാണ് ഈ കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്ക് ആ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും തുടർന്ന് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇനി ആവശ്യമുള്ള സമയത്ത് നമുക്ക് കൂടുതൽ പറയാം. ഇവിടെ നിങ്ങളുടെ കോർ പേപ്പറിന്റെ ബ്രിഡ്ജ് കോഴ്സ്, അതിലെ ചില ഭാഗങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സുകളായിട്ട് പറയാം. നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഈ ബ്രിഡ്ജ് കോഴ്സ് നമ്മുടെ കോളേജിൽ പ്രത്യേകം ഡിസൈൻ ചെയ്തൊരു കോഴ്സാണ്. എല്ലാ ഡിഗ്രി വിദ്യാർത്ഥികൾക്കും ഇത്തരം കോഴ്സുകൾ കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മുടെ സിലബസിന്റെ ഭാഗമായുള്ള പഠനങ്ങൾക്ക് മുമ്പ് ബേസിക് ആയിട്ടൊന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക എന്നതാണ് ഈ ഒരു കോഴ്സിന്റെ ലക്ഷ്യം. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും.
അപ്പോൾ ഓക്കെ, ഇവിടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഭാഗമായി ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഗ്രാമറിന് പുറമെ പോയട്രി, ഡ്രാമ, നോവൽസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ കൾച്ചർ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സിൽ എന്തൊക്കെ ചേഞ്ചസുകളാണ്, ഡെവലപ്മെൻറ്റ്സുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, മനുഷ്യൻ്റെ സാമൂഹിക സാംസ്കാരികമായ എല്ലാ ഇടപെടലുകളിലും ഇംഗ്ലീഷ് ലാംഗ്വേജും ലിറ്ററേച്ചറും എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യകാല ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എങ്ങനെയായിരുന്നു, പോയട്രി എങ്ങനെയായിരുന്നു, ഡ്രാമകൾ എങ്ങനെയായിരുന്നു, നോവൽ പ്രോസുകളൊക്കെ എങ്ങനെയായിരുന്നു, പിന്നീട് എന്തെല്ലാം ചേഞ്ചസുകൾ വന്നു, ഏതെല്ലാം തീമുകളിലാണ് അത് എഴുതപ്പെട്ടത്, ആരെല്ലാമായിരുന്നു അന്നത്തെ പ്രധാന റൈറ്റേഴ്സ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞാൽ മാത്രമാണ് തുടർന്നുള്ള നമ്മുടെ പഠനം കൃത്യമായി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. മുമ്പ് പല പോയംസുകളും നോവൽസുകളൊക്കെ വായിക്കുന്ന സമയത്ത് അത് റൊമാൻറ്റിക് പോയമാണ്, റിയലിസ്റ്റിക് പോയമാണ്, ഫെമിനിസ്റ്റ് റൈറ്റിംഗ് ആണെന്നൊക്കെ പറയുന്ന സമയത്ത് അത് ഏത് തരത്തിലുള്ള റൈറ്റിംഗ് ആണ് എന്ന് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ആ ലിറ്റററി ടേം എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് ഏത് പശ്ചാത്തലത്തിൽ ഡെവലപ്പ് ചെയ്തു വന്നതാണ് എന്നതൊക്കെ ചെറിയ രൂപത്തിലെങ്കിൽ നാം മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് ഇത്തരം വർക്കുകളൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഹിസ്റ്ററിയാണ് നാം പറഞ്ഞു തുടങ്ങുന്നത്. അതായത് ആദ്യകാലം മുതൽ ഇന്നോളം വരെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് ആൻഡ് ഡെവലപ്മെൻറ്റ്സ്, അതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇവിടെ പീരിയഡ്സ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഓർ ഏജസ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൻ്റെ ഡെവലപ്മെൻറ്റ്സുകൾ വ്യത്യസ്ത പീരീഡുകളായി ഡിവൈഡ് ചെയ്തുകൊണ്ട് ഓരോ പീരീഡിലും വന്ന വർക്കുകളുടെ മാറ്റങ്ങൾ, ആ കാലത്തെ പ്രധാന റൈറ്റേഴ്സ്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോരാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏതൊക്കെയാണ് പീരീഡ്സ് എന്ന് ജസ്റ്റ് ഒന്ന് പറയാം, ബാക്കി ഡീറ്റെയിൽ ആയിട്ടൊക്കെ അടുത്ത ക്ലാസ്സുകളിലൊക്കെ നമുക്ക് പറയാം. Okay, then before entering into the history of English literature or periods of English literature, let us understand what is literature and why we study literature. Yes, what is literature? Yes, literature simply it is a piece of writing that is valued as a work. Anything written which is judged as a valued work. It is a performance in words, and it is a form of expressions communicated by means of words having aesthetic values. And it is a world of fantasy, horrors, and feelings, ideas, and everything. Then why we study literature? Is by studying good literature, we can learn more about human life. Is this help us to make ourselves better human being by understanding of diverse of human experiences. And it is an excellent way to sharpen our reading skill, and it enable critical thinking, and it enrich our writing skill, and refine our general sense of arts appreciations. ഇത്തരം ലിറ്റററി വർക്കുകൾ നമ്മൾ വായിക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയാണ് കൃത്യമായി വരക്കപ്പെട്ടത് എന്ന്, എഴുതപ്പെട്ടത് എന്ന് നമുക്കതിൽ ബോധ്യപ്പെടും. അതിലൊരുപാട് ജീവിത മൂല്യങ്ങൾ, നമ്മൾ തിരുത്തേണ്ടതായ കാര്യങ്ങൾ, ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട ഒരുപാട് മൂല്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ ജീവിതം തന്നെ മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കുമെന്നാണ്. അതോടൊപ്പം നമ്മുടെ റീഡിങ്, റൈറ്റിംഗ് സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ, നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഇത്തരം വർക്കുകൾ, ലിറ്റററി വർക്കുകളൊക്കെ വായിക്കുന്നതിലൂടെ, പരിചയപ്പെടുന്നതിലൂടെ നമുക്ക് സാധ്യമാണ്. അതോടൊപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വർക്കുകളൊക്കെ വായിക്കുന്നതിലൂടെ, എഴുതുന്നതിലൂടെ, അതുമായി പരിചയപ്പെടുന്നതിലൂടെ ഗുഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മിൽ ബിൽഡ് ചെയ്യപ്പെടും എന്നതാണ്. അപ്പോൾ ഏറ്റവും നല്ല ലാംഗ്വേജ് സ്വന്തമാക്കാൻ ഇത്തരം ലിറ്റററി വർക്കുകൾ തന്നെ വായിക്കേണ്ടതുണ്ട്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഡെവലപ്പ് ചെയ്തു വന്ന പീരീഡുകൾ, ധാരാളം പീരീഡുകൾ ഉണ്ട്. ചില ക്ലാസിഫിക്കേഷനിൽ ഒരു പീരീഡ് തന്നെ വീണ്ടും വീണ്ടും ഡിവൈഡ് ചെയ്ത് വിശാലാർത്ഥത്തിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു ബേസ് കിട്ടുക എന്ന അർത്ഥത്തിൽ ഏറ്റവും ചെറിയ രൂപത്തിലുള്ള ഒരു പീരീഡ് ക്ലാസിഫിക്കേഷൻ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇസ് പീരീഡ്സ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇസ് ഫസ്റ്റ് വൺ ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ദെൻ medieval English literature, then Renaissance and Reformation, then Revolution literature of 17th century, then English literature of 18th century classicism, then Romantic literature, then Victorian literature, the last one Modernism or 20th century literature.
ഫസ്റ്റ് വൺ, ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. യഥാർത്ഥത്തിൽ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിന് മുമ്പ് മറ്റൊരു പീരീഡും കൂടിയും നാം പഠിച്ചു വരാറുണ്ട്. അത് ക്ലാസിക്കൽ പീരീഡാണ്. അതായത് BC 1200 ടു BC 455. ഒരുപാട് ഗ്രീക്ക് തത്വചിന്തകർ ഉണ്ടായിരുന്ന കാലമാണിത്. പ്രധാനമായും ഹോമറിന്റെ ഇലിയഡ് ആൻഡ് ഒഡീസി ഒക്കെ എഴുതപ്പെട്ടത് ഈ ഒരു കാലത്താണ്. പ്രധാനമായും സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, സോഫോക്ലസിനെ പോലത്തെ ഒരുപാട് റൈറ്റേഴ്സുകളും പ്ലേ റൈറ്റുകളും ഫിലോസഫേഴ്സും ഒക്കെ ഈ ഒരു കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും 50th സെഞ്ചുറി BC 499 മുതൽ BC 400 വരെയുള്ള കാലഘട്ടമാണ് ദ ഗോൾഡൻ ഏജ് ഓഫ് ഗ്രീസ് എന്ന് പറയുന്നത്. ഒരുപാട് ഫൈൻ ആർട്സുകൾ, പോയറ്റുകൾ, ഡ്രാമകൾ, ആർക്കിടെക്ചറുകൾ, ഫിലോസഫികളൊക്കെ ഈ ഒരു കാലത്ത് പ്രത്യേകിച്ച് ഏതൻസിൽ ഡെവലപ്പ് ചെയ്തു വന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ക്രിസ്തീയ പുരോഹിതന്മാർ, പണ്ഡിതന്മാരൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. ബൈബിളൊക്കെ എഴുതപ്പെട്ടത് ഈ ഒരു കാലത്താണ്. അപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് ഒരുപാട് വേരുകൾ കിട്ടിയ ഒരു കാലം എന്ന അർത്ഥത്തിൽ BC 1200 മുതൽ BC 455 വരെയുള്ള ഈ ഒരു പീരീഡിന് ക്ലാസിക്കൽ പീരീഡായി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ഭാഗമായി തന്നെ പരിഗണിച്ചു വരുന്നുണ്ട്. എന്നാൽ ഇംഗ്ലീഷ് ഭാഷയുടെ ഏറ്റവും നല്ല കൃതികളൊക്കെ എഴുതപ്പെട്ടത് നെക്സ്റ്റ് പീരീഡിലാണ്. ഓൾഡ് ഇംഗ്ലീഷ് ഓർ ആംഗ്ലോ സാക്സൺ പീരീഡാണ്. അതായത് AD 450 മുതൽ AD 1066 വരെയുള്ള കാലഘട്ടം. ആദ്യകാല ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഏറ്റവും മനോഹരമായ പോയം ബുവോൾഫ്, അതുപോലെ ദ വാണ്ടർ, ദ സീഫർ തുടങ്ങിയ പോയംസുകളൊക്കെ എഴുതപ്പെട്ടത് ഈ ഒരു ആംഗ്ലോ സാക്സൺ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിലാണ്. വില്യം ഫസ്റ്റിന്റെ നേതൃത്വത്തിൽ നോർമൻ ഫ്രഞ്ച് ആർമി 1066 ഇംഗ്ലണ്ട് കീഴടക്കുകയും ഇത് ആംഗ്ലോ സാക്സൺ പീരീഡിന്റെ ഒരു എൻഡായിട്ട് അവസാനമായിട്ട് മാർക്ക് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇംഗ്ലണ്ടിൽ എന്ന പോലെ തന്നെ ഇറ്റാലിയൻ, ഫ്രഞ്ച് ഓതേഴ്സ് ലൈക്ക് ബൊക്കാഷ്യോ, പെട്രാക്, ഡാൻറ്റെ, ക്രിസ്റ്റൈൻ ഡി പിസാൻ തുടങ്ങിയ റൈറ്റേഴ്സും ഈ ഒരു കാലഘട്ടത്തിലാണ്. Then the Beowulf, it is considered the greatest old English poem and it is a long epic poem, but its author is unknown. ആരാണ് എഴുതിയത് എന്ന് അറിയില്ല. എങ്കിലും ആദ്യകാല ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും മനോഹരമായ കാവ്യമായിട്ട് ഗണിക്കപ്പെടുന്നു. അതുപോലെ മറ്റു ഓൾഡ് ഇംഗ്ലീഷ് ഓതേഴ്സ് ആയ കാഡ്മൺ, ദ ഓതർ ഓഫ് ഷോർട്ട് ഹൈം, ദെൻ സിൻവർഫ്, ദ ഓതർ ഓഫ് 4 ലോങ് പോയംസ് ഒക്കെ ഈ ഒരു കാലഘട്ടത്തിലെ പ്രധാനമായ എഴുത്തുകാരാണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഈ ഒരു പീരീഡിൽ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കിയെടുക്കേണ്ട പോയിന്റുകൾ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കാം. നെക്സ്റ്റ് പീരീഡുകളൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇതങ്ങനെ നമുക്ക് അത്ര ഡീപ്പായിട്ട് അങ്ങനെ പഠിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഡെവലപ്പ് ചെയ്തു വന്നത് ഇങ്ങനെയുള്ള കാലങ്ങളിലൂടെയൊക്കെയാണ്, ഈ രീതിയിലൊക്കെയാണ് എന്ന് ചെറിയൊരു രൂപത്തിലൊന്ന് മനസ്സിലാക്കിയെടുത്താൽ മതി. അപ്പോൾ ഓക്കെ, താങ്ക് യു, സി യു, ഹാവ് എ നൈസ് ഡേ.